ഇ.പി. ജയരാജന് LDFന്റെ അംഗീകാരം. ഇ.പി. ജയരാജൻ നാളെ 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. CPIക്ക് ക്യാബിനറ്റ് പദവിയോടെ ചീഫ് വിപ്പ് സ്ഥാനം നൽകാനും ധാരണയായി. ഇന്ന് ചേർന്ന LDF യോഗമാണ് ഇ.പി. ജയരാജനെ മന്ത്രിയാക്കാനുള്ള CPMന്റെ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത്. നാളെ രാവിലെ 10 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. വ്യവസായം, യുവജനക്ഷേമം, കായിക വകുപ്പുകളാണ് ഇ.പി. ജയരാജൻ കൈകാര്യം ചെയ്യുക. LDF കൺവീനർ A. വിജയരാഘവൻ നേരത്തെ മുനിസിപ്പാലിറ്റിയായിരുന്ന ജയരാജനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മന്ത്രിസഭ വിപുലീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ നിർദ്ദേശം ഏകകണ്ഠമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും പൊതുവെ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. CPIയുടെ ചീഫ് വിപ്പ് സ്ഥാനം ആർക്ക് നൽകണം എന്നത് സംബന്ധിച്ച് ഈ മാസം 20-ന് ചേരുന്ന നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കി. അത് CPIക്കാണ്. അത് 20-ാം തീയതി CPIയുടെ കമ്മിറ്റി തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കനത്ത മഴ ഓഗസ്റ്റ് 15 വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്നതിനാൽ ജില്ലകളിലെ റെഡ് അലർട്ട് നാളെ വരെ നിലനിൽക്കും. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററിലേക്ക് അടുക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് നാശം വിതച്ച തീവ്രമായ മഴ ഓഗസ്റ്റ് 15 വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. എന്നാൽ നാളെയോടുകൂടി മഴയുടെ തീവ്രതയ്ക്ക് അല്പം ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കി, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത. ഈ സാഹചര്യത്തിൽ 2 ജില്ലകളിലും നാളെ വരെ റെഡ് അലർട്ട് തുടരും. ഇതിനു പുറമെ ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലും കനത്ത മഴ ലഭിക്കും. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ മഴ ഇന്ന് ലഭിച്ചത്, 11 സെന്റിമീറ്റർ. വടകര 9, മാനന്തവാടി 7, വൈത്തിരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ 7 സെന്റിമീറ്റർ വീതവും മഴ ലഭിച്ചു. കേരള തീരത്ത് മണിക്കൂറിൽ 45 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലാ കളക്ടർമാരോട് നിലവിലെ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. ദുരിതബാധിത പ്രദേശങ്ങളിൽ കര, നാവിക, വ്യോമസേനകളുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും സംസ്ഥാന വ്യാപകമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴക്കെടുതിക്കൊപ്പം ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുക കൂടി ചെയ്തതോടെ ഇടുക്കിയിൽ വ്യാപക നാശം. നിരവധി വീടുകൾ തകർന്നു. 1430 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായ മഴയും ഉരുൾപൊട്ടലും ഉണ്ടാക്കിയ നാശനഷ്ടം വ്യാപകമാണ്. ഇതിനൊപ്പം വ്യാഴാഴ്ച മുതൽ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുകൂടി ചെയ്തതോടെ നഷ്ടത്തിന്റെ തോത് കൂടി. അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി. വീട്ടിൽ നിന്നൊരു മാക്സിമം സാധനങ്ങളെല്ലാം മാറ്റി. കുറെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ബാക്കി ഫുള്ളായിട്ടൊന്നും മാറ്റാനൊന്നും പറ്റിയിട്ടുമില്ല. പിന്നെ അതുകൂടാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടെ വെള്ളം വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. എന്ന് ഇത്ര പേരെ മൂടി പോവാന്നൊക്കെ പറയുമ്പോഴേക്ക് ഇവിടെ ഇതിന്റെ പുറയിലേക്കും താഴത്തേക്കും കുറെ വീടുകളെല്ലാം ഉണ്ട്. അവിടെയൊക്കെ വെച്ച് ആൾക്കാരുടെ വീടുകളിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. ഈ മൺസൂൺ കാലത്ത് ഇതുവരെ 19 പേർ മരണപ്പെടുകയും 5 പേരെ കാണാതാവുകയും ചെയ്തു. 23 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3896.61 ഹെക്ടറിലായി 26,1,79,975 രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. 56 വീടുകൾ പൂർണ്ണമായും 952 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിൽ 14-ാം തീയതി വരെ റെഡ് അലർട്ട് തുടരും. 18 ക്യാമ്പുകളിലായി 1430 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. വെള്ളം താഴ്ന്നാലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ജനങ്ങൾക്ക് ഏറെ സമയം വേണ്ടിവരും. വെള്ളപ്പാച്ചിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അത്രമേലാണ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ഇടമലയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിൽ താഴെ നിലനിർത്തുന്നതിനായി ഡാമിന്റെ ഒരു ഷട്ടർ കൂടി തുറന്നു. ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് 200 ഘനമീറ്ററിൽ നിന്നും 300 ഘനമീറ്ററാക്കി ഉയർത്തി. പെരിയാറിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. ഇടുക്കി ഡാമും ഇടമലയാർ ഡാമും തുറന്നതോടെ നിരവധി ആളുകളാണ് എറണാകുളം ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയത്. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പെരിയാറിന്റെ തീരത്ത് നിന്നും 100 മീറ്റർ പരിധിയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇടുക്കിയിൽ നിന്നുമുള്ള വെള്ളം ഇടമലയാർ അണക്കെട്ടിൽ തടയാൻ തുടങ്ങിയതോടെയാണ് പെരിയാറിലെ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നത്. ഇതേ തുടർന്ന് പലയിടത്തും പുരയിടങ്ങളിലേക്ക് കയറിയ വെള്ളം തിരിച്ചിറങ്ങി. 75 ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന എറണാകുളം ജില്ലയിൽ ഇപ്പോൾ 60 ക്യാമ്പുകളെ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റു ക്യാമ്പുകളിലുണ്ടായിരുന്ന നിരവധി പേർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. എന്നാൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇടമലയാർ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ കൂടി ഉയർത്തി.
2 ഷട്ടറുകൾ ആദ്യം 1 മീറ്റർ ഉയർത്തി സെക്കൻഡിൽ 200 ഘനമീറ്റർ വെള്ളം ഒഴുക്കിവിട്ടിരുന്നു. മൂന്നാമത്തെ ഷട്ടർ തുറന്നതോടെ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് 300 ഘനമീറ്റർ ആയി. ഡാമിന്റെ പരമാവധി സംഭരണശേഷിയായ 169 മീറ്ററിൽ താഴെ ജലനിരപ്പ് നിലനിർത്താൻ വേണ്ടിയാണ് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചത്. ഇടമലയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ പുഴയിൽ ശക്തമായ ഒഴുക്ക് ഉള്ളതിനാൽ പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ മഴയ്ക്ക് ശമനമില്ല. നാശനഷ്ടങ്ങൾ തുടരുന്നു. ഇന്നും ഉരുൾപൊട്ടലുണ്ടായി. ബാണാസുരസാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കും. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ജില്ലാ ഭരണകൂടം. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ബാണാസുരസാഗർ അണക്കെട്ടിന്റെ ഷട്ടർ എപ്പോഴേക്കാണ് തുറക്കുക? അത് തുറന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്ക് സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ അടക്കമുള്ള സംഭവങ്ങൾ തുടരുന്നു. ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? പ്രധാനമായും ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിലെ വീടുകളുടെ പ്രശ്നങ്ങളാണ്. കാരണം പല വീടുകളും ഭാഗികമായി തകർന്ന നിലയിലാണ്. മുഴുവൻ വെള്ളത്തിനടിയിലായി പോയ വീടുകൾ തന്നെയുണ്ട്. പ്രധാനമായും പൊഴുതന, വൈത്തിരി മേഖലകളിൽ പുഴകൾ കര കവിഞ്ഞ് വീട് ആകെ മുങ്ങിപ്പോയ അവസ്ഥയുണ്ട്. ഇവിടുത്തെ വീട്ടുപകരണങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. അതുപോലെ തന്നെ ഇത് വെള്ളപ്പൊക്കത്തിൽ മരിച്ച വളർത്തുമൃഗങ്ങളുണ്ട്. ഇവയുടെ ശവശരീരങ്ങൾ പലയിടത്തും കിടക്കുന്നു. പുഴകളിലും മറ്റും ഒലിച്ചുപോയി കിടക്കുന്നു. ഇതിന്റെ ശുചീകരണ പ്രവൃത്തിയാണ് വയനാട്ടിൽ ഇപ്പോൾ പ്രധാനമായും കാര്യക്ഷമമായി നടക്കുന്നത്. കാരണം ഈ ഇത്തരം സ്ഥലങ്ങളിൽ പകർച്ചവ്യാധി ഭീഷണി പോലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ നേരിടാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പുമെല്ലാം ഇതിനായി സഹകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് എത്തി നാട്ടുകാരും ഇവിടെ ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞവർ വീടുകളിലെത്തി ഇപ്പോൾ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും. ഇതിനിടെയുണ്ടായത് ഇന്നലെ രാത്രി കുറിച്യാർ മലയിലെ വൈത്തിരി താലൂക്കിലെ കുറിച്യാർ മലയിലെ ഉരുൾപൊട്ടലാണ്. 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടി. നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിന്ന പ്രദേശമായിരുന്നു ഇത്. ഇന്നലെ രാത്രിയോടെ വീണ്ടും ഉരുൾപൊട്ടി. കടുത്ത ഭീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഇടയ്ക്കിടെ കടുത്ത മഴയും പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഉള്ള തൊഴിലാളികൾ അടക്കമുള്ള 100 കണക്കിന് പേരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 130ഓളം ക്യാമ്പുകൾ തന്നെയാണ് ഇപ്പോഴും വയനാട്ടിൽ തുടരുന്നത്. 13,000-ഓളം ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഈ ബാണാസുരസാഗർ ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നു വരികയാണ്. കാരണം വൃഷ്ടിപ്രദേശങ്ങളിൽ കടുത്ത മഴ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളം കൂടുതൽ തുറന്നുവിടാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഏതാണ്ട് 3 മണിയോടുകൂടി 90 സെന്റിമീറ്റർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനാണ് തീരുമാനം. വയനാട്ടിൽ നിന്നും അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തിരികെ എത്തുന്നവരുടെ സങ്കടപ്പെരുമഴയിലാണ് വയനാട് ഇന്ന്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മലവെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തിയത്. വെള്ളം മൂടിയ വീടുകളിൽ എല്ലാം നശിച്ചിരിക്കുന്നു. ജീവിതം എവിടെ നിന്ന് വീണ്ടും ആരംഭിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പലരും. ഉണർന്നു പ്രവർത്തിക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളിലാണ് ഇന്ന് വയനാടിന്റെ പ്രതീക്ഷ. വയനാട് പൊഴുതനയിലെ കാഴ്ചയാണിത്. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളുടെ പൊതുചിത്രം. ബുധനാഴ്ച തുടങ്ങിയ ദുരിതപ്പെയ്ത്ത് 2 രാത്രികൾ കഴിയുമ്പോഴേക്കും എല്ലാം വെള്ളത്തിനടിയിൽ. ജീവിതത്തിലേക്ക് നീന്തിക്കയറിയ ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് പകൽ സമയങ്ങളിൽ ഹൃദയം തകർന്ന് കയറി ചെല്ലുകയാണിപ്പോൾ. ഇതാദ്യം അവസാനം എന്ത് ചെയ്യണമെന്നില്ല ഒരു പിടുത്തില്ല. ആ കണ്ടീഷനിൽ ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അവശേഷിച്ചവ തിരയുന്നു. നശിച്ചവയോർത്ത് വിലപിക്കുന്നു. സർട്ടിഫിക്കറ്റുകളും റേഷൻ കാർഡും വീട്ടുപകരണങ്ങളുമെല്ലാം ഇല്ലാതായി. നനഞ്ഞു കുതിർന്നും തകർന്നും വീടുകൾ ശേഷിക്കുന്നു. വളർത്തുമൃഗങ്ങൾ ചത്തുകിടക്കുന്നു. ജീവിതത്തിൽ എല്ലാം ആദ്യം മുതൽ തുടങ്ങണം. വരുമാന മാർഗങ്ങളായിരുന്ന പലതും നഷ്ടപ്പെട്ടു. ലോണെടുത്തും കടം വാങ്ങിയും തുടങ്ങിയ കൃഷികൾ നശിച്ചു. കൃഷി ചെയ്തിരുന്നു, അത് മൊത്തം വെള്ളത്തിൽ പോയി. പകുതി അവിടെ നശിച്ച് കിടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ വൈക്കോൽക്കെട്ടൊക്കെ ഒന്നിച്ച് വലിച്ചു പോയി. അങ്ങനെ സകല സാധനവും നശിച്ചു. വീട്ടിൽ ഇനി ഞങ്ങളെ ജീവൻ ഇങ്ങനെ. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമാണ്. ഒന്നിനും കുറവില്ല.
സർക്കാർ സംവിധാനങ്ങൾ ഒപ്പമുണ്ട്. ഇവിടുത്തെ ജീവിതം തരക്കെടൊന്നുമില്ല, ജീവിതത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ ഇപ്പൊ സുഖമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അതിജീവിക്കാതെ വയ്യ. ഇതുവരെയും കാണാത്ത മഹാദുരിതത്തിൽ നിന്ന് മെല്ലെ ആത്മവിശ്വാസം മാത്രം കരുത്താക്കി ഇവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കുകളിലാണ് ബലം. നഷ്ടപ്പെട്ടവയിൽ സാധ്യമായതെല്ലാം വീണ്ടുമുണ്ടാക്കാം. ജീവനാണ് വലുത്. വയനാട്ടിൽ നിന്നും അനൂപ് കെആർ. ഇടുക്കി ചെറുതോണി അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചേക്കും. 2397 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നാൽ തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാനാണ് നീക്കം. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേർന്നുണ്ട്. സമീർ, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴയ്ക്ക് കാര്യമായ ശമനം ഉണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്കും കുറഞ്ഞു വരുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഈ ഷട്ടറുകളെല്ലാം തന്നെ തുറന്നിട്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. 5 ഷട്ടറുകളും തുറന്നിട്ടിരിക്കുന്നു. ഇതുവഴി 7.5 ലക്ഷം ലിറ്റർ ജലമാണ് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. അണക്കെട്ടിലിൻ്റെ തൊട്ട് താഴെയുള്ള ചെറുതോണി പാലമാണ് ഇത്. ചെറുതോണി പാലത്തിൽ അതിൻ്റെ മുകളിലൂടെയാണ് വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തൊട്ട് അരികിലായിക്കൊണ്ടുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം ഉൾപ്പെടെ ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയിട്ടുണ്ട്. ചെറുതോണി ടൗൺ ഇപ്പോഴും പൂർണ്ണമായും സ്തംഭിച്ച് തന്നെയാണ് കിടക്കുന്നത്. ഈ കടകളെല്ലാം തന്നെ ഇപ്പോഴും അടഞ്ഞ് കിടക്കുന്നു. ഈ പ്രദേശത്തേക്ക് ഉള്ള വാഹന ഗതാഗതം അതോടൊപ്പം തന്നെ മറ്റു തരത്തിൽ ജനങ്ങളെ ഇങ്ങോട്ട് പ്രവേശിക്കുന്നതിനടക്കം കർശനമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. വടം കെട്ടിക്കൊണ്ട് തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ പൂർണ്ണമായും ഇതിൻ്റെ പരിസരത്ത് നിന്ന് മാറ്റുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ 24 മണിക്കൂറും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏത് വിധത്തിലുള്ള ഒരു അത്യാഹിത സംഭവം ഉണ്ടാവുകയാണ് എങ്കിലും അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള, അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സംസ്ഥാന സർക്കാരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് ഇതുവരെയും ഒരു അനിഷ്ട സംഭവങ്ങളും ഒരു അത്യാഹിത സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. ഈ ചെറുതോണി പുഴയും അതോടൊപ്പം തന്നെ പെരിയാറും കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആ മാറ്റിപ്പാർപ്പിച്ചവരെല്ലാം തന്നെ അവരേക്ക് പുനരധിവസിപ്പിക്കണമെങ്കിൽ ഇനി വെള്ളം താഴേണ്ടതുണ്ട്, അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ അടയ്ക്കേണ്ടതുണ്ട്. അത് എപ്പോഴായിരിക്കും അടക്കുക എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. മഴയും അതോടൊപ്പം തന്നെ നീരൊഴുക്കും വലിയ രീതിയിൽ മാറി നിൽക്കുകയാണെങ്കിൽ, ഗണ്യമായി കുറയുകയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അത്തരം തീരുമാനങ്ങൾ എടുക്കുക. എന്തായാലും ഇതുവരെയും ഒരു അത്യാഹിത സംഭവങ്ങളും ഉണ്ടാവാതെ കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി തന്നെ കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു, ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 8,000-ൽ പരം കോടിയാണ്, 8,316 കോടിയുടെ നഷ്ടം സംഭവിച്ചായിട്ടാണ് നമ്മുടെ പ്രാഥമിക കണക്ക്. 1,220 കോടിയെങ്കിലും അടിയന്തരാശ്വാസം കിട്ടണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. അതാണ് നമ്മൾ കേന്ദ്രമന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ചത്. അദ്ദേഹം 100 കോടി രൂപയുടെ അടിയന്തരാശ്വാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രയും സന്തോഷം. തീർച്ചയായും ഇനി തുടർന്നും ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറക്ക് സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ അനുഭാവപൂർവമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്രത്തോട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് ഇതൊരു വലിയ പാക്കേജ് എന്ന രീതിയിൽ ഇതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കണമെന്നാണ്. അത് ലഭിക്കുന്ന മുറക്ക് അതിനനുസരിച്ചുള്ള നടപടിയും, അല്ലാതിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഈ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാനുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടലുണ്ടായ കണ്ണപ്പൻകുണ്ടിൽ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ സന്ദർശനം നടത്തി. കേന്ദ്രം കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. വെള്ളപ്പൊക്കത്തിന്റെ ദുരന്തമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് നഗരം. അഗ്നിരക്ഷാസേനയുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ വെള്ളം കയറി നശിച്ച വീടുകൾ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക സംവിധാനം ഉടനൊരുക്കും. അപ്രതീക്ഷിതമായി ദുരന്തം തകർത്തത് നൂറുകണക്കിന് ജീവിതങ്ങളെയാണ്. വെള്ളപ്പൊക്കത്തിൽ പലരുടെയും വീട് പൂർണ്ണമായും തകർന്നു. അതിലേറെ പേർക്ക് വെള്ളം കയറി വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങി വരാനാവാതെ കഴിയുന്നത് നിരവധി പേർ. വീട്ടിനകത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി ഭൂരിഭാഗം പേരെയും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ക്ലീനിങ്, ചിലപ്പോൾ നല്ല ക്ലീനിങ് വേണ്ട. നമ്മുടെ വണ്ടി ഫയറിന്റെ വെഹിക്കിളുണ്ട്, പിന്നെ വാട്ടർ ടെൻഡർ ഉണ്ട്.
അത് വെച്ചിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണം വെള്ളം അടിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കാനുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ അതും ചെയ്യും. പിന്നെ നമ്മുടെ കട്ടർ പോലുള്ള ഉപകരണങ്ങളുണ്ട്, മുറിക്കാനുള്ള സാധനങ്ങളുണ്ട്. എന്തെങ്കിലും മുറിച്ച് മാറേണ്ടോ പൊളിച്ചു മാറേണ്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. നിലവിൽ 10ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 100 കണക്കിന് പേർ കഴിയുന്നുണ്ട്. മാലിന്യവും ചെളിവെള്ളവും കയറി നശിച്ച വീടുകൾ വാസയോഗ്യമാക്കിയ ശേഷം ക്യാമ്പുകളിൽ കഴിയുന്നവരെ മാറ്റി പരമാവധി ക്യാമ്പുകൾ അടച്ചുപൂട്ടും. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഉടൻ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ബാലമുരളി പറഞ്ഞു. സോ വി ആർ ലുക്കിംഗ് ഫോർ ആൾട്ടർനേറ്റീവ്സ്. ഒരു 3-4 സ്ഥലം ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടോക്ക്ഡ് വിത്ത് ദം. കൊടുക്കാൻ സന്നദ്ധരാണ്. സോ അത് ഇവർ ഇത്രയും പേര് താമസിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ട് മേ ബി വിത്തിൻ ഫ്യൂ ഡേയ്സ്, ഒരു 3 ദിവസത്തിനകം മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ സ്കൂളുകൾ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കായി പ്രഖ്യാപിച്ച 3500 രൂപ തഹസിൽദാർമാർക്ക് കൈമാറിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് പണം കൈമാറും. നിരവധി റോഡുകളും പാലങ്ങളും വെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് സംഘത്തിന്റെ സഹായത്തോടെ അടിയന്തരമായി ഇവ പുനർനിർമ്മിക്കും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. പത്തനംതിട്ടയിലെ ചില പ്രദേശങ്ങളിൽ മഴ ശക്തമായി പെയ്യുകയാണ്. മഴ ശക്തമായതോടുകൂടി കക്കി, പമ്പ ഡാമുകളിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. പമ്പ, മണപ്പുറത്തുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലായി. ഗീവർഗീസ് ചേർന്നുണ്ട്. ഗീവർഗീസ്, എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ സാഹചര്യം? പത്തനംതിട്ടയിലെ ശബരിമലയിലും സമീപ പ്രദേശങ്ങളിലും ഇപ്പോഴും ശക്തമായി തന്നെയാണ് മഴ പെയ്യുന്നത്. കക്കി, പമ്പ ഡാമുകളിലെ നീരൊഴുക്കം വർദ്ധിച്ചിട്ടുണ്ട്. പമ്പ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ 985 മീറ്ററിൽ എത്തി നിൽക്കുന്നു. ഡാമിലെ 6 ഗേറ്റിൽ 2 ഗേറ്റുകൾ ഇപ്പോൾ ഓരോ അടി വീതം തുറന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചുപമ്പ ഡാം തുറന്നതിനെ തുടർന്ന് പമ്പ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ പമ്പ മണപ്പുറം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ശബരിമലയിൽ ഇപ്പോൾ അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ശബരിമല നട നാളെ തുറക്കും. അതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടകർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. അയ്യപ്പഭക്തർ വിരിവെക്കുന്ന രാമമൂർത്തി മണ്ഡപത്തിന്റെ ഭൂരിഭാഗവും തകർന്ന അവസ്ഥയിലാണ്. ഈ മണ്ഡപത്തിന്റെ ഉള്ളിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പമ്പ ത്രിവേണി പാലത്തിന്റെ ഒരു ഭാഗം കൈവരി വെള്ളത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. വൃക്ഷങ്ങൾ കടപുടുകി പാലത്തിലേക്ക് വീഴുന്ന അവസ്ഥ വരെ ഇപ്പൊ എത്തിയിരിക്കുന്നു. കൂടാതെ ഇവിടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി, കൂടാതെ മണലും ഇറച്ചു കയറിയിരിക്കുകയാണ്. ഇപ്പോ ഇവിടെയുള്ള ഓരോ വ്യാപാരികൾക്കും ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. കക്കി ആനത്തോട് ഡാമിന്റെ ജലനിരപ്പ് 981.1 മീറ്ററിൽ നിലനിർത്തി ഡാമിന്റെ 4 ഗേറ്റും 2 വീതം ഉയർത്തിയിട്ടുമുണ്ട്. സൗമ്യ, മുൻ ലോക്സഭാ സ്പീക്കർ സോമനാഥ് ചാറ്റർജി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് ബന്ധുക്കളുടെ തീരുമാനം. 2014 മസ്തിഷ്കാഘാതത്തെ തുടർന്ന് വിശ്രമജീവിതം നയിക്കുകയായിരുന്നു സോംനാഥ് ചാറ്റർജി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആഗസ്റ്റ് 10 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ 2 ദിവസമായി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത്. 10 തവണ ലോക്സഭാ അംഗമായ സോംനാഥ് ചാറ്റർജി 2004 മുതൽ 2009 വരെ 14ാം ലോക്സഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചു. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ആദ്യ സ്പീക്കർ എന്ന നേട്ടം സ്വന്തമാക്കിയ സോംനാഥ് ലോക്സഭയുടെ 13ാമത് സ്പീക്കറായിരുന്നു. 1971 ബർദമാൻ മണ്ഡലത്തിലൂടെയായിരുന്നു ആദ്യമായി ലോക്സഭയിലെത്തിയത്. 2004 അവസാനമായി ലോക്സഭയിലെത്തിയത് ബോൽപൂർ മണ്ഡലത്തിൽ നിന്നും. 1968 CPIM അംഗമായ അദ്ദേഹത്തെ 2008 CPIMൽ നിന്ന് പുറത്താക്കി. ആണവ കരാർ വിഷയത്തിൽ UPA സർക്കാരിന് പിന്തുണ പിൻവലിക്കാനുള്ള CPIM തീരുമാനത്തിന് വിരുദ്ധമായി സ്പീക്കർ പദവിയിൽ തുടർന്നതിനായിരുന്നു നടപടി. സോംനാഥ് ചാറ്റർജിയുടെ ദേഹവിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ അനുശോചിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഇന്ദ്രൻസിന് കൈരളി TVയും ജന്മനാടും ചേർന്നൊരുക്കുന്ന സ്വീകരണം ഇന്ന് വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സെൽസർ പോളിമേഴ്സ് രാജ്യവ്യാപകമായി തങ്ങളുടെ 5 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. സെൽസിന്റെ 5ാം വാർഷിക വേളയിൽ തൃശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ മേയർ അജിത ജയരാജനും ഡോക്ടർ KS കൃപൻകുമാറും സന്നിഹിതരായിരുന്നു. സെൽസറിന്റെ പുതിയ ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായാണ് വിപണിയിലെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നന്ദലത് ജിമാർട്ടിന്റെ ബിഗ് സെയിൽ ഓഫറിന്റെ ഭാഗമായുള്ള ഒരു 100 മണിക്കൂറിലും കാർ സമ്മാനമായി നൽകുന്ന പദ്ധതിയിലെ ആദ്യ മണിക്കൂർ കാർ വിജയെ പ്രഖ്യാപിച്ചു. സമ്മാന പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് പൂങ്കുന്നത്തെ നന്ദലത് ജിമാർട്ട് ഷോറൂമിൽ വെച്ച് തൃശൂർ MP CN ജയദേവൻ നിർവഹിച്ചു. ഗോപു നന്ദലത് ജിമാർട്ട് ചെയർമാൻ ഗോപു നന്ദലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതോടൊപ്പം
മറ്റ് സമ്മാനങ്ങളായ LED TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവയുടെ നറുക്കെടുപ്പ് വിജയികളെയും പ്രഖ്യാപിച്ചു.